ഹായ് അഗെയിൻ വെൽക്കം ടു CBSE സയൻസ് ട്യൂഷൻ. ഇത് 9th സ്റ്റാൻഡേർഡിലെ മോഷൻ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 3 ആണ്. വച്ചിട്ട് ഇവിടെ ഈ കുട്ടി സഞ്ചരിച്ചിരിക്കുന്ന പാത ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഫിനിഷിംഗ് പോയിന്റ് ഉള്ള ഈ പാതയല്ലേ, നമുക്ക് ഈ ഫസ്റ്റ് ലെങ്ത്ത് 8 സെൻറ്റിമീറ്ററും അതുപോലെ സെക്കൻഡ് ലെങ്ത്ത് 6 സെൻറ്റിമീറ്ററുമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെയുള്ള ഈ ഡിസ്റ്റൻസ്, ഈ കുട്ടി യാത്ര ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എന്നത് 8+6 ആണ്, അതായത് 14 സെൻറ്റിമീറ്റർ വരുമല്ലോ. എന്നാൽ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലോട്ടുള്ള ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്, ഇത് ബെൻഡ് ഡിസ്റ്റൻസ് ആണല്ലോ. നോക്കുക, ഇങ്ങോട്ട് വന്നു, ദെൻ ബെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. എന്നാൽ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയാം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? പൈതഗോറസ് തിയറം വെച്ചിട്ട് നോക്കാം. അങ്ങനെ ജസ്റ്റ് നമുക്ക് ഇതിനൊരു പേരിട്ട് നോക്കാം, ABC. അങ്ങനെ ABC എന്ന് പേരിടുമ്പോൾ ഇവിടെ AC ആണല്ലോ നമുക്ക് കണ്ടെത്താനുള്ള ഡിസ്പ്ലേസ്മെന്റ്. AC എന്ന് പറഞ്ഞാൽ നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് എങ്ങനെ പറയാം? AB² + BC² എന്ന് പറയും. അതായത് √AB² പകരം 8² BC² പകരം 6² is equal to 8² 64, then 6² means 36 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇറ്റ് ഈസ് √ എത്ര വരുന്നത്? 100 വരുന്നുണ്ട്. ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഇവിടെ AC എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ. പക്ഷേ നമുക്ക് നേരത്തെ കിട്ടി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ ആണ്. എങ്ങനെയായാലും ഡിസ്പ്ലേസ്മെൻറ്റ് അതിനേക്കാൾ കുറവാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാം. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അയാളുടെ പാത്ത് ലെങ്ത് മൊത്തം തന്നിട്ട് അതിന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലോട്ടുള്ള അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയെന്ന് ചോദിക്കാം. ഇതിപ്പോൾ ഇങ്ങനൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ഈ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ കഴിഞ്ഞത്. എന്നാൽ ചില കേസിൽ, അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങി ആ പോയിന്റിൽ തന്നെ അവസാനിക്കുന്ന ചില യാത്രകളുണ്ടാവും. അതായത് ഒരു സർക്കുലർ പാത്തിലൂടെയുള്ള യാത്ര, അല്ലെങ്കിൽ ഒരു സ്റ്റോണ് ദെൻ മുകളിലോട്ടിട്ടിട്ട് അതേ പോയിന്റിലോട്ട് തന്നെ എത്തിച്ചേരുന്ന രീതിയിൽ. ഇവിടെയൊക്കെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് അയാളുടെ ഫിനിഷിംഗ് പോയിന്റിൽ തന്നെയാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെയാണ് ഫിനിഷ് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്റ്റോണ് ബോൾ മുകളിലോട്ടിട്ട് താഴോട്ട് വന്ന് അത് പിടിക്കുമ്പോൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് തന്നെയാണ് അത് തിരിച്ചു വരുന്നത്. ഇത്തരം കേസുകളിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിട്ട് കണക്കാക്കാം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. കാരണം അവിടെ പ്രത്യേകിച്ച് ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും കാണുന്നില്ല. അയാൾ ആ വസ്തു അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന അയാൾ അതേ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ പോയിന്റിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. പക്ഷേ ഇവിടെ ഡിസ്റ്റൻസ് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഈ കേസിൽ സർക്കുലർ പാത്തിലൂടെയുള്ള ഈ യാത്രയിൽ ഇവരുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പെരിമീറ്റർ ഓഫ് ദി സർക്കിളാണ്. അതുപോലെ ഈ കേസിലാണെങ്കിൽ ഇതിപ്പോൾ ഒരു 5 മീറ്റർ മുകളിലോട്ട് പോയി ദെൻ താഴോട്ട് വരുന്നെങ്കിൽ നമുക്ക് 5+5 അത് 10 മീറ്റർ ആയിട്ട് എടുക്കാം. എന്ത് ഇവിടുത്തെ ഡിസ്റ്റൻസ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ രണ്ട് കേസിലും എന്താണ്? 0 ആണ്. അതായത് ഫിനിഷിംഗ് പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റും ഒന്ന് തന്നെയാവുന്ന കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലോട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്ത് ലെങ്ത് ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. എന്നാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏത് വഴിയിലൂടെ എത്ര കർവിലൂടെയും യാത്ര ചെയ്യാം. പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തി അത് സ്ട്രൈറ്റ് ആയിരിക്കില്ല. ഏത് കർവ്ഡ് പാത്തും സ്വീകരിക്കാം. അങ്ങനെയുള്ളതാണ് എന്ത്? ഡിസ്റ്റൻസ്.